ഹായ്, ഞാനൊരു യാത്ര പോവുകയാണ് ശാന്തി ഗ്രാമത്തിലേക്ക്. ഇപ്രാവശ്യം ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആതിരയും അമ്മയും കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് പോയി വരാം. നമ്മളിന്ന് ശാന്തിഗ്രാമം മാനവീയം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോവുകയാണേ. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അടിമാലിക്ക് പോകുന്ന വഴി ഇരുമ്പുപാലം എന്ന സ്ഥലത്ത് സാധാരണ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ശാന്തിഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് സംഭവിച്ച സ്ഥലം എന്നാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കാനുള്ളത്. നമ്മുടെ സമയം, നമ്മളുടെ ഊർജം എന്തിലേക്ക് ചെലവഴിക്കുന്നോ അതാണ് നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ എനിക്കും സംഭവിച്ചു അങ്ങനെ എന്നെ തിരിച്ചറിവിലേക്ക് നയിച്ച, എൻ്റെ മനസ്സിനെ മനസ്സിലാക്കിയ, ശാന്തമാക്കിയ ഒരു പ്രധാന ഇടമാണ് ശാന്തിഗ്രാമം. ഹോളിസ്റ്റിക് വെൽനസ് അഥവാ സമഗ്ര ആരോഗ്യം എന്ന ആശയത്തെ പരിപൂർണമായും നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ റിട്ടയർഡ് സയൻറ്റിസ്റ്റായ ലാൽമോഹൻ സാറും റിട്ടയർഡ് ഗൈനക്കോളജിസ്റ്റായ ജയ ലാൽമോഹൻ മാഡവും അഥവാ ഞങ്ങളുടെ ഡോക്ടറമ്മയും ചേർന്ന് നെയ്തെടുത്ത ഒരു സ്വപ്ന സൗധമാണ് ശാന്തിഗ്രാമം മാനവീയം. സാധാരണ ജനങ്ങളിലേക്കും ഏറ്റവും മൂല്യമേറിയ മാനവീയത എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടെ പടുത്തുയർത്തിയതാണ് ഈ പരിശീലന കേന്ദ്രം. അവനവനെ തിരിച്ചറിയാനൊരിടം, പരിശീലിപ്പിക്കാനൊരിടം, സാന്ത്വനിപ്പിക്കാനൊരിടം. ഈ ശാന്തിഗ്രാമിലെ ഓരോ പുൽക്കൊടിക്ക് പോലും നമ്മെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. വരൂ, നമുക്ക് ശാന്തിഗ്രാമത്തിനെ പരിചയപ്പെടാം. ഇതാണ് ശാന്തിഗ്രാമിലെ യോഗ കേന്ദ്രം. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സെൻറ്ററിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ ഏറ്റവും നന്നായി യോഗ പരിശീലിക്കാവുന്ന ഒരിടം. ധാരാളം വായു സഞ്ചാരമുള്ള മുറിയും അതേപോലെ തന്നെ വിശാലമായിട്ടുള്ള ഇരിപ്പിടങ്ങളും എല്ലാം തന്നെ വളരെ സുഗമമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരിടമാണ്. വളരെ ശാന്തമായിട്ട് ഇരിക്കാവുന്നൊരിടമാണ്. ധാരാളം ചെടികളെല്ലാം തന്നെ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ധാരാളം ഫലവൃക്ഷങ്ങളും അതിനോടൊപ്പം തന്നെയുണ്ട്. ഇതിൽ ധാരാളം ചെമ്പരത്തികളും കടലാസ് ചെടികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആതിരയും അമ്മയും നന്നായി ആസ്വദിച്ച് നടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം. ഈ ചെടിക്കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമുക്ക് വിശ്രമിക്കാനൊരിടം വേണമല്ലോ. അവിടെ അതുമുണ്ട്. അതാണ് ഈ ജാതിമരം. ജാതിമരത്തിന് കീഴെ നമുക്ക് സ്വസ്ഥമായി വിശ്രമിക്കാം. ഇനി ഞങ്ങൾ പോകുന്നത് ദേവിയാർ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ വിശാലമായിട്ടുള്ള തോട് ദേവിയാർ ഒഴുകുന്നുണ്ട്. അപ്പോൾ ദേവിയാറിന് ചുറ്റും നല്ല പാറക്കെട്ടുകളാണുള്ളത്. പാറക്കെട്ടും ഇതേപോലെ കാണുന്നത് പോലെ പാലവും അങ്ങനെ തുടങ്ങിയ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഈ പുഴയിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് കടന്ന് വേണം നമ്മൾ അമ്പലത്തിലേക്ക് എത്താൻ. അമ്പലത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഇന്ന് യാത്ര ചെയ്തു. പാറയുടെ സൈഡിലൊക്കെ പോയി ഒന്ന് ഇരിക്കാനും അതുപോലെ ഏറ്റവും കൂടുതലൊന്ന് ആ ഒരു നേച്ചറിനെ മനസ്സിലാക്കാനും ആ ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ട് അനുഗ്രഹിച്ച് നൽകിയ കുറച്ച് സമയമായിരുന്നു അത്. വളരെയധികം വിശാലമായി ശാന്തതയോടെ കുറച്ച് നേരം ഞങ്ങൾ ആ ഒരു ദേവിയാറിൻ്റെ അരികിലായിട്ടിരുന്നു. അല്പനേരം വിശ്രമിച്ചു. നന്നായി ഒഴുകുന്ന പുഴയെ കണ്ട് ആസ്വദിച്ചു. കണ്ണിനും മനസ്സിനും എല്ലാം കുളിർമ നൽകുന്ന രീതിയിൽ ഞങ്ങൾ ആസ്വദിച്ചു ഏറ്റവും നന്നായിട്ട്. ഞാൻ മഴയെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഈ ശാന്തിഗ്രാമത്തിലാണ്. ഗുരുദേവൻ്റെ അടുത്ത് പൂജ ചെയ്യുന്ന സമയവും വളരെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഗുരുദേവ പൂജ ചെയ്യുന്നതിനായിട്ട് പോകുന്ന തയ്യാറെടുപ്പാണ്. രാവിലെ തന്നെ കുളിച്ചു. അതേപോലെ ശാന്തിഗ്രാമം രാവിലത്തെ ആ ഒരു അന്തരീക്ഷത്തിലെ മൊത്തം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. വളരെ ശാന്തതയോടെ നിൽക്കുന്ന ഒരു സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സ്ഥലം. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരിടം. അതേപോലെ ഒരു മോർണിംഗ് വാക്ക്
ഞാനും ആതിരയും അമ്മയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്താണ് ആ ദേവിയാറ് ഒഴുകുന്നത്. ദേവിയാറിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ പാറക്കെട്ടുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി ഞങ്ങൾ കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ഇരുന്നു. പിന്നെ പുഴയുടെ ഭംഗിയൊന്ന് ആസ്വദിച്ചു. മഴയായതുകൊണ്ട് തന്നെ നല്ല കലങ്ങിയാണ് വെള്ളം വരുന്നത്. ഞങ്ങൾ അല്പനേരം ദേവിയാറിന് അടുത്ത് ഇരുന്ന് മഴയെ ആസ്വദിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം ആസ്വദിച്ച് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്തു. നന്നായിട്ട് ബ്രീത്ത് ചെയ്തു, ബ്രീത്ത് എക്സസൈസ് ചെയ്തു. അമ്മയും മകളും വളരെയധികം ഹാപ്പിയാണ്, സന്തോഷത്തോടു കൂടി അതെല്ലാം തന്നെ അവർ ആസ്വദിച്ചു. ഇനി ഞങ്ങൾ തിരികെ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ എനിക്കും ഒരാഗ്രഹം, വൃക്ഷാസനത്തിലൊന്ന് നിൽക്കണം എന്നുള്ളത്. ഞാനും ആ ഒരാഗ്രഹം സാധിച്ചു. വൃക്ഷാസനത്തിൽ നന്നായിട്ട് നിന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നന്നായിട്ട് ആഗ്രഹിച്ച പോലെ തന്നെ നിൽക്കാൻ സാധിച്ചു. അതിനൊക്കെ ചെയ്യാൻ പറ്റി. പിന്നീട് വന്ന് ഞങ്ങൾ പൂജയ്ക്ക് പങ്കെടുത്തു. ഗുരുദേവ പൂജയ്ക്ക് ശേഷം ഞങ്ങൾ ഗണേശക്രിയ ചെയ്തു. ഗണേശക്രിയ ഗുരുവിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഏറ്റവും നന്നായി ഞങ്ങൾ 3 പേരും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു നിമിഷം. പിന്നീട് ചെയ്തത് സൂര്യശുദ്ധിയാണ്. സൂര്യദേവനെ അഭിമുഖമായിട്ടിരുന്ന് ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു. വളരെ കാമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് എവിടെ ഇരുന്നാലും നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ശാന്തിഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എവിടെ നമ്മൾക്ക് അല്പനേരം ഇരിക്കണം എന്ന് തോന്നിയാലും അവിടെ നമുക്ക് മെഡിറ്റേഷനിലേക്ക്, ആ ധ്യാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ഒരു ഭൂപ്രകൃതി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും മനസ്സിന് സമാധാനം കിട്ടാൻ, ശാന്തതയോടെ അല്പനേരം ഇരിക്കാൻ ഒക്കെ നമുക്ക് ഈ ഒരു ശാന്തിഗ്രാമത്തിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് കാണിക്കാം. ഇതാണ് അശോകമരം. ഈ ഒരു അശോകമരത്തിൻ്റെ പ്രത്യേകത, നമ്മളുടെ കംപ്ലീറ്റ് ഒരു ഹീലറാണ് ഈ ഒരു മരം. നമ്മളുടെ അമ്മയെ പോലെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന, അതേപോലെ നമുക്ക് ഏറ്റവും നന്നായി നമ്മളുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരു മരമാണ് ഈ ഒരു അശോകമരം. ഗുരുദേവ മന്ദിരത്തിനടുത്തായിട്ട് ഈ നിൽക്കുന്ന ഈ മരത്തിൻ്റെ ശക്തി എത്ര പറഞ്ഞാലും എത്ര നമുക്ക് അനുഭവിച്ചാലും നമുക്ക് മതിയാവില്ല. അതേപോലെ ഒരു സ്ഥലമാണ് ഈ ഒരു അശോകമരം. ഇത് ലാൽമോഹൻ സാർ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്ന നിമിഷങ്ങളാണ്. ഞങ്ങൾ അവിടുന്ന് തിരികെ വരുന്ന നിമിഷങ്ങളാണിതെല്ലാം. ഇനിയൊരു നല്ല ഉണർവോടെ, ഉന്മേഷത്തോടെ ഇനിയും ഒരുപാട് ആളുകളെ ശാന്തിഗ്രാമം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയട്ടെ. അതിനായുള്ള പരിശ്രമത്തിലാണ്. തീവ്രമായിട്ടുള്ള ഈ പരിശ്രമം നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ കുഞ്ഞു മക്കൾക്കും അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും, മനസ്സ് അലഞ്ഞു നടക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു താങ്ങുണ്ട്, ഒരു തണലുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആയി ഈ ഒരു കുറച്ച് സമയം അധികമായി പോയി എങ്കിലും വളരെയധികം സന്തോഷത്തോടെ, ഒരു ആത്മവിശ്വാസത്തോടെ നമ്മുടെ നാട്ടിലേക്ക് ശാന്തിഗ്രാമിനെ പരിചയപ്പെടുത്താൻ സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എൻ്റെ യാത്ര തുടരട്ടെ.